ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുഃ ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ജയ നാരായണ ഗുരുപ്രിയേ ശിവഗിരീശ്വരി ശാരദേ ചതുരാസ്യാക്ഷി ശരചന്ദ്രമരീചികേ. ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന നമ്മുടെ കുടുംബ കൂട്ടായ്മയിലെ മുഖ്യ ആചാര്യ മനോജ് ശാസ്ത്രി സാർ, സുലേഖ മാം, മുഖ്യ അഡ്മിൻ അനിലങ്കൾ, അഡ്മിൻ പാനൽ അംഗങ്ങൾ, ഗ്രൂപ്പിൻ്റെ എല്ലാ അംഗങ്ങളും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വിനീതമായ നമസ്കാരം. മേടമാസത്തിലെ തിരുചതയനാളിൽ തുടക്കം കുറിച്ച ശിവകുടുംബകം സീസൺ 2-വിൽ 58-ാം ദിവസമായ ഇന്നേ ദിവസം ഭഗവാന്റെ ശ്രേഷ്ഠ കൃതിയായ ദേവീസ്തവം എന്ന കൃതിയുടെ ഫലശ്രുതിയാണ് എനിക്കിവിടെ മനനം ചെയ്യാൻ ലഭിച്ചിരിക്കുന്നത്. എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ഞാൻ എൻ്റെ യജ്ഞത്തിലേക്ക് കടക്കുകയാണ്. പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ പ്രഭവസ്ഥാനമായി ആദിമസത്യം എന്ന നിലയിലാണ് പരമ്പൊരുളിനെ അമ്മയായി ദേവിയായി പുരാതന ഭാരതീയർ ഭാവന ചെയ്തിരുന്നത്. ഈ ദേവീ ഉപാസന തത്വപരമായ ഉദാത്തത കൈവരിക്കുന്നതിൻ്റെ ഉത്തമമായൊരു ചിത്രമായിരുന്നു ഭഗവാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ദേവീസ്തവം. അദ്വൈത ദർശനത്തിൻ്റെ ത്വാത്വിക ഭാവങ്ങൾ അമൃതമായ നിർവൃതി രസത്തിൽ അലിഞ്ഞു ചേരുന്നതാണ് ഭഗവാന്റെ സ്തോത്രകൃതികളുടെ സവിശേഷത എന്ന് പറയാം. ദേവീസ്തവത്തിൻ്റെ വ്യക്തിമുദ്ര തന്നെ അതാണ്. സ്തോത്രങ്ങളിൽ മിക്കപ്പോഴും തെളിഞ്ഞു കാണാവുന്ന വൈകാരിക ഭാവം ഉപാസനയുടേതായിരിക്കും. ഇവിടെയും അതുതന്നെയാണ് ഭഗവാൻ നമുക്ക് കാട്ടിത്തരുന്നത്. ഇവിടുത്തെ ഉപാസന അതിൻ്റെ ഏറ്റവും സംശുദ്ധ ഭാവത്തിലുള്ളതാണെന്ന് മാത്രം. തൊട്ടടുത്തിരിക്കുക എന്നാണ് ഉപാസന എന്ന വാക്കിനർത്ഥം. ഇവിടെ ഉപാസകൻ ദേവിയുടെ പദതാരിനടുത്ത് തന്നെ ആദ്യമായി സ്വന്തം ചുവടുറപ്പിക്കുന്നു എന്നാണ് മന്ത്രം 2 നമുക്ക് പറഞ്ഞു തരുന്നത്. 3-ാം മന്ത്രത്തിൽ ദേവിയുടെ മണിമേനിയിൽ തൻ്റെ മേനി അണയുവാൻ കൊതിക്കുന്നു എന്നാണ്. 4-ാം മന്ത്രത്തിൽ നമുക്ക് കാട്ടിത്തരുന്നത് അതിനുവേണ്ട ജ്ഞാനരഹസ്യത്തിനു വേണ്ടി അപേക്ഷിക്കുന്നു എന്നാണ്. 5-ാം മന്ത്രത്തിൽ ദേവിയുമായുള്ള ഏകഭാവത്തിന് തടസ്സമായി നിൽക്കുന്നത് സ്വന്തം ശരീരമാണെന്ന് കണ്ടിട്ട് അത് വാസ്തവത്തിൽ ഉണ്മയില്ലാത്തതാണെന്നും പകരം ദേവിയുടെ ശരീരം തന്നെ തരണമെന്നും അപേക്ഷിക്കുന്നു. ഇന്ദ്രിയങ്ങളും ഒരു തടസ്സമല്ലെന്ന് 6-ാം മന്ത്രത്തിൽ ദേവി നമ്മെ ബോധ്യപ്പെടുത്തുന്നു. 7-ാം മന്ത്രത്തിൽ തടസ്സങ്ങളൊക്കെ മാറിയെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ദേവിയുടെ സ്വരൂപത്തെ വണങ്ങുന്നു എന്നാണ് പറയുന്നത്. ഇത്രയുമായിട്ടും ഏകത സാക്ഷാത്കൃതമാകാതെ വന്നപ്പോൾ സ്വന്തം പ്രയത്നമല്ല ദേവിയുടെ അനുഗ്രഹമാണ് വേണ്ടതെന്ന് തീരുമാനിച്ച് എല്ലാ ഉത്തരവാദിത്വവും ദേവിയെ ഏൽപ്പിക്കുന്നു 8-ാം മന്ത്രത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്. അവസാനം ദേവിയുടെ നീരാട്ടും കുഴലൂത്തും മാത്രം അവശേഷിക്കുന്നു എന്നാണ് 9-ാം മന്ത്രത്തിൽ നമ്മെ കാണിച്ചു തരുന്നത്. ഇതാണ് ഗുരുവിൻ്റെ ദേവീ ഉപാസനയുടെ ശുദ്ധഭാവം. ഏകമായ സത്യത്തെ സകലതിൻ്റെയും പ്രഭവസ്ഥാനമായി കാണുമ്പോഴാണ് ആ സത്യത്തെ ഒരമ്മയായി ഭാവന ചെയ്യാനും വാഴ്ത്താനും തോന്നിപ്പോകുന്നത്. നമുക്കിനി ഫലശ്രുതിയിലേക്ക് കിടക്കാം. ഇതു പത്യവൃത്തമിടരില്ല പാടുന്നവർക്ക് ഇതിന്നു നിന്നടിയെടുത്തു തന്നിടു നീ. കൃതിയുടെ അർത്ഥവിശകലനത്തിലേക്ക് കടക്കാം. പത്യവൃത്തം എന്ന വൃത്തത്തിൽ രചിച്ചിട്ടുള്ള ഈ സ്തവത്തിൽ ഏവർക്കും പത്യമായ വൃത്തമാണ് പ്രമേയമായിരിക്കുന്നത്.
ഈ സ്തവത്തിൻ്റെ ആന്തരാർത്ഥം അറിഞ്ഞു പാടുന്നവർക്ക് ജീവിതത്തിൽ ദുഃഖം ഉണ്ടായിരിക്കുകയില്ല. അതിനായി നിന്റെ പാദങ്ങൾ എടുത്തു തന്ന് അനുഗ്രഹിക്കുക. ഇത്രയുമാണ് ഭഗവാൻ ഈ കൃതിയിലൂടെ നമുക്ക് അരുൾ ചെയ്യുന്നത്. ഒരിക്കൽ കൂടെ ഫലശ്രുതി ആലപിക്കാം. ഇതു പത്യവൃത്തമിടരില്ല പാടുന്നവർക്കിതിൽ നിന്നു നിന്നടിയെടുത്തു തന്നിടു നീ. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ എളിയ വാക്കുകൾ ഭഗവാൻ ശ്രീനാരായണ ഗുരുവിൻ്റെയും അമ്മ ശ്രീ ശാരദാംബികയുടെയും തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ.